എല്ലാ കുഞ്ഞുങ്ങൾക്കും എക്സലൻറ്റ് ഹിന്ദി സ്റ്റഡി സെൻറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് CBSE 6th സ്റ്റാൻഡേർഡിലെ 6th ചാപ്റ്ററായ പാർ നസർ കെ. എന്താണ് പാർ നസർ കെ? ലുക്ക് ബിയോണ്ട്. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. वह एक सुरंगनुमा रास्ता था. आम आदमी के लिए इस रास्ते से होते हुए जाने की मनाही थी, लेकिन छोटू ने एक दिन अपने पापा का सिक्योरिटी पास लिया और जा पहुंचा सुरंग में. फिर क्या हुआ? ചോട്ടു എന്ന കഥാപാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ചോട്ടു എന്ന ഈ കുട്ടി, നമ്മുടെ പിക്ചറിൽ കാണുന്ന ചോട്ടു എന്ന ഈ കുട്ടി. ഈ ചോട്ടു എവിടെയാണ് ജീവിക്കുന്നതെന്ന് അറിയണ്ടേ? മാർസിൽ, ചൊവ്വാഗ്രഹത്തിൽ താമസിക്കുന്ന ചോട്ടുവിനെ നമുക്ക് പരിചയപ്പെട്ടാലോ? വരും. വഹ് ഏക്ക് സുരംഗ്നുമാ രാസ്ത था. സുരംഗ്നുമാ രാസ്ത, തുരങ്ക വഴി, ടണൽ വഴി. അതൊരു ടണൽ വഴിയായിരുന്നു. ആം ആദ്മി കെ ലിയെ ഇസ് രാസ്തേ സെ ഹോത്തെ ഹുയെ ജാനെ കി മനാഹി തി. ആം ആദ്മി കെ ലിയെ, ആം ആദ്മി എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇസ് രാസ്തേ സെ ഹോത്തെ ഹുയെ ജാനെ കി മനാഹി തി. ഇസ് രാസ്തേ സെ, ഈ വഴിയിലൂടെ പോവുക എന്ന് പറയുന്നത്, അതിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് മനാഹി തി, അത് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ലെക്കിൻ, മനാഹി മീൻസ് നിരോധിച്ചിരിക്കുക. ലെക്കിൻ എന്നാൽ ചോട്ടുനെ ഏക് ദിൻ, എന്നാൽ ചോട്ടു ഒരു ദിവസം അപ്നെ പാപ്പാക്ക സെക്യൂരിറ്റി പാസ് ലിയ. അപ്നെ പാപ്പാക്ക, തൻ്റെ അച്ഛൻ്റെ സെക്യൂരിറ്റി പാസ് എടുത്തു. അവർ ജാ പഹുഞ്ച, അവനങ്ങനെ എത്തിച്ചേർന്നു. എവിടെയാണെന്നറിയാവോ? സുരംഗുമേ, തുരങ്കത്തിൽ. ഫിർ ക്യാ ഹുവാ, പിന്നീട് എന്താ സംഭവിച്ചത്? ചോട്ടു കിത്നി ബാർ കഹാ ഹെ തുംസെ കി ഉസ് തരഫ് മത് ജായാ കരോ. ചോട്ടു കിത്നി ബാർ കഹാ ഹെ തുംസെ, ചോട്ടു എത്രയോ പ്രാവശ്യം നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ത്? കി ഉസ് തരഫ് മത് ജായാ കരോ. ഉസ് തരഫ്, ആ വശത്തേക്ക്, മത് ജായാ കരോ, മത് അരുത്, മത് ജായാ കരോ, പോകരുത്. എൻ്റെ അടുത്ത് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ വശത്തേക്ക് പോകരുതെന്ന്. ഫിർ പാപ്പ ക്യൂം ചാത്തേ ഹേ ഉസ് തരഫ് റോസ് റോസ്. ഫിർ പാപ്പ ക്യൂം ചാത്തേ ഹേ, പിന്നെ പപ്പ എന്തിനാണ് പോകുന്നത്? ഉസ് തരഫ് റോസ് റോസ്, ആ വശത്തേക്ക്. ഉസ് തരഫ് റോസ് റോസ്, ഡെയിലി എന്തിനാണ് പപ്പ ആ വശത്തേക്ക് പോകുന്നത്? പാപ്പക്കോ കാം പർ ജാനാ ഹോത്താ ഹേ, അച്ഛന് എവിടേക്ക് പോകേണ്ടതാണ്? അച്ഛന് ജോലിക്ക് പോകുന്നതാണ് എന്ന് പറയുന്നു. അതാര് തമ്മിലാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. റോസാന യഹി വാർത്താലാപ് ഹുവാ കർത്താ താ ചോട്ടു കി മാം और छोटू के बीच. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി. ചോട്ടു കി മാം और ചോട്ടു കെ ബീച്ച്, ചോട്ടുവിൻ്റെ അമ്മയും ചോട്ടുവും തമ്മിൽ റോസാന യഹി വാർത്താലാപ്, റോസാന ഡെയിലി, ദിവസവും, യഹി വാർത്താലാപ് ഇതേ കോൺവെർസേഷൻ, ഈ സംഭാഷണം, നീ അവിടേക്ക് പോവരുത് എന്നുള്ളതും, പിന്നെ അച്ഛൻ എന്തിനാ പോകുന്നത് എന്നുള്ള ചോട്ടുവിൻ്റെ തിരിച്ചുള്ള ചോദ്യവും ചോട്ടുവിൻ്റെ അമ്മയും ചോട്ടുവും തമ്മിൽ ഡെയിലി നടക്കാറുള്ള സംഭാഷണമാണ്. ഉസ് തരഫ് ഏക് സുരംഗ്നുമാ രാസ്ത ഥാ और छोटू के पापा इसी सुरंग से होते हुए काम पर जाया करते थे. उस तरफ, ആ വശത്ത്, एक സുരംഗ്നുമാ രാസ്ത ഥാ, ഒരു തുരങ്ക വഴി ഉണ്ടായിരുന്നു. और छोटू के पापा, ചോട്ടുവിൻ്റെ അച്ഛൻ, ഇസി സുരംഗ് സെ ഹോത്തെ ഹുയെ കാം പർ, ഈ തുരങ്കത്തിലൂടെയാണ് ജോലിക്ക് സ്ഥിരമായി, പതിവായി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ആം ആദ്മി കെ ലിയെ ഇസ് രാസ്തേ സെ ജാനെ കി മനാഹി ഥി. ആം ആദ്മി കെ ലിയെ, സാധാരണ ആളുകൾക്ക് ഇസ് രാസ്തേ സെ ജാനെ കി മനാഹി ഥി, ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് നിരോധിച്ചിരുന്നു. ചന്ദ് ചുനിന്ദാ ലോഗ് ഹി ഇസ് സുരംഗ്നുമാ രാസ്തേ കാ ഇസ്തേമാൽ കർ സക്തേ തേ. ചന്ദ് ചുനിന്ദ എന്ന് പറഞ്ഞാൽ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഹി മാത്രം
इस सुरंगनुमा रास्ते का इस्तेमाल कर सकते थे. ഈ തുരങ്ക വഴി ഉപയോഗിക്കാൻ സാധിക്കത്തോ. ഇസ്തേമാൽ കർണ യൂസ് ചെയ്യുക. കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ തുരങ്ക വഴി ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. और ചോട്ടു കെ പാപ്പ ഇനിയും ചുനിന്ദ ലോഗോ മേം സെ ഏക് ഥേ. ചോട്ടുവിൻ്റെ അച്ഛൻ ഇനിയും ഈ പറയുന്ന ചുനിന്ദ ലോഗോ മേം സെ ഏക് ഥേ, സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ ഏക് ഥേ ഒരാളായിരുന്നു. അപ്പോൾ ഈ വഴിയിലൂടെ, ഈ തുരങ്ക വഴിയിലൂടെ സഞ്ചരിക്കാൻ കുറച്ച് ആളുകൾക്ക് മാത്രമേ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ചോട്ടുവിൻ്റെ പപ്പ അതിലൊരാളായിരുന്നു. ആ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ ഒരാളായിരുന്നു. ഓക്കെ. ആജ് ചുട്ടി ഥി, ഇന്ന് അവധിയായിരുന്നു. और छोटू के पापा घर ही पर आराम फरमा रहे थे. ചോട്ടുവിൻ്റെ അച്ഛൻ ഘർ ഹി പർ, വീട്ടിൽ തന്നെ എന്ത് ചെയ്യുകയായിരുന്നു? ആരാം ഫർമാ രഹേ ഥേ, വിശ്രമിക്കുകയായിരുന്നു. നസർ ബജാക്കർ, കണ്ണ് വെട്ടിച്ച്. ചോരി ചിപ്പേ, ചോരി ചിപ്പെന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമായി, സീക്രട്ടായി. ചോട്ടുവിനെ പാപ്പ കാ സെക്യൂരിറ്റി പാസ് ഹദിയ ഹിലിയ. ചോട്ടുവിനെ പാപ്പ കാ സെക്യൂരിറ്റി പാസ് ഹദിയ ഹിലിയ. ചോട്ടു എന്ത് ചെയ്തു? പാപ്പ കാ സെക്യൂരിറ്റി പാസ്, ചോട്ടുവിൻ്റെ അച്ഛൻ്റെ സെക്യൂരിറ്റി പാസ് അത് ഹദിയാലിയ കൈക്കലാക്കി. और ചൽ ദിയ സുരംഗ് കി തറഫ്, എന്നിട്ട് നേരെ പോയി. എവിടേക്കാ പോയത്? സുരംഗ് കി തറഫ്, ആ ടണലിൻ്റെ വശത്തേക്ക് പോയി. വൈസെ तो उनकी पूरी कॉलोनी ही ज़मीन के नीचे बसी थी. വൈസെ तो അതുപോലെ തന്നെ ഉൻകി പൂരി കോളനി, ഈ ചോട്ടുവൊക്കെ താമസിക്കുന്ന അവരുടെ ആ ഒരു കോളനി, ചോട്ടു ഉൾപ്പെടുന്ന അവരുടെ കോളനി തന്നെ ജമീൻ കെ നീച്ചെ ബസി ഥി, ആ ചൊവ്വാഗ്രഹത്തിൻ്റെ മാർസിൻ്റെ പ്രതലത്തിന് നീച്ചെ, അടിയിലായിട്ടായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ജോ സുരംഗനുമാ രാസ്ത ഥ, ഈ ടണൽ വഴി ഉണ്ടായിരുന്നല്ലോ, ടണൽ വഴിയെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. അന്തർ ദിയെ ജൽ രഹേ ഥേ, അതിൻ്റെ ഉള്ളിൽ ദിയെ ജൽ രഹേ ഥേ, ലൈറ്റ് കത്തിയിട്ടുണ്ടായിരുന്നു, വെട്ടം ഉണ്ടായിരുന്നു. അവർ പ്രവേശ് കർണേ സെ പെഹലെ, അവിടെ പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ ഏക് ബന്ദ് ദർവാസ കാ സാമന കർണ പഡ്താ ഥാ. പ്രവേശിക്കുന്നതിന് മുമ്പ്, ചോട്ടു അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഏക് ബന്ദ് ദർവാസെ കാ സാമന കർണ പഡ്താ ഥാ. ഏക് ബന്ദ് ദർവാസ, ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു വാതിലുണ്ട്, ദർവാസ, അതിനെ സാമന കർണ പഡ്താ ഥാ, അതിനെ ഫേസ് ചെയ്യണമായിരുന്നു. ആർക്ക്? നമ്മുടെ ചോട്ടുവിന്. ചോട്ടു കാർഡും കൊണ്ട് പോയതാട്ടോ. ദർവാസേമേ ഏക് ഖാഞ്ച ബനാ ഹുവാ ഥാ, ആ വാതിലിൽ ഏക് ഖാഞ്ച ബനാ ഹുവാ ഥാ. ഖാഞ്ച എന്ന് പറഞ്ഞാൽ സ്ലോട്ട്. നമുക്കറിയാം, ATM മെഷീനുള്ളിലേക്ക് നമ്മൾ ATM കാർഡ് ഇടാനൊരു സ്ലോട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വാതിലിന് ഒരു സ്ലോട്ട് ഉണ്ടായിരുന്നു. ചോട്ടുവിനെ ഖാഞ്ചേമേ കാർഡ് ഢാല, ചോട്ടു എന്താ ചെയ്തത്? ഈ സ്ലോട്ടിനുള്ളിൽ കാർഡ് ഇട്ടു. കാർഡ് ഢാല തുരന്ത് ദർവാസ ഖുൽ ഗയാ, പെട്ടെന്ന് തന്നെ എന്താ സംഭവിച്ചത്? വാതിൽ തുറന്നു. ചോട്ടുവിനെ സുരംഗമേ പ്രവേശിക്കുക, ചോട്ടു എന്ത് ചെയ്തു? തുരങ്കത്തിനുള്ളിൽ പ്രവേശിച്ചു. അന്തർവാലെ കാഞ്ചേമേ, പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അന്തർവാലെ കാഞ്ചേമേ, ഉള്ളിലുള്ള സ്ലോട്ടിലൂടെ സെക്യൂരിറ്റി പാസ് ആ പഹുഞ്ചാത്ത, അതിലേക്ക് ഇട്ട ആ സെക്യൂരിറ്റി പാസ് ഉള്ളിലുള്ള സ്ലോട്ടിലൂടെ എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു. ഉസെ ഉഡാലിയ, ചോട്ടു എന്ത് ചെയ്തു? അതിനെ എടുത്തു. കാർഡ് ഉഡാത്തെ ഹി ദർവാസ ബന്ദ് ഹുവ, കാർഡ് എടുത്തപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? ദർവാസ ബന്ദ് ഹുവ, വാതിലടഞ്ഞു. ആ ചോട്ടു തനിച്ച്. ചോട്ടുനെ ചാറും തരഫ് നസർ ദൗഡായി, ചോട്ടുനെ ക്യാ കിയ, ചോട്ടു എന്താ ചെയ്തത്? ചാറും തരഫ്, 4 വശത്തും നസർ ദൗഡായി, കണ്ണോടിച്ചു. സുരംഗനുമാ വഹ് രാസ്ത ഊപ്പർ കി തരഫ് ജാതാ ഥാ. സുരംഗനുമാ വഹ് രാസ്ത, ആ ടണൽ വഴി ഊപ്പർ കി തരഫ് ജാതാ ഥാ, മുകളിലേക്കായിരുന്നു പോയിരുന്നത്. വഴി എങ്ങോട്ടാണ്? മുകളിലേക്കായിരുന്നു. യാനി, അതായത് ജമീൻ കെ ഊപ്പർ കാ സഫർ കർ ജാനെ കാ മൗക മിൽ ഗയാ ഥാ. മുകളിലേക്കെന്ന് പറയുമ്പം ജമീൻ കെ ഊപ്പർ കാ സഫർ, ആ ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രതലത്തിൽ നിന്നും ഊപ്പർ കാ സഫർ കർ, മുകളിലേക്ക് യാത്ര ചെയ്യാനുള്ള മൗക മിൽ ഗയാ ഥാ, അവസരം ലഭിച്ചിരുന്നു. ആർക്ക്?
നമ്മുടെ ചോട്ടൂന് ചൊവ്വാഗ്രഹത്തിൻ്റെ മുകളിൽ നിന്നും മുകളിലേക്ക് പോകാൻ, ആ പ്രതലത്തിൽ നിന്നും മുകളിലേക്ക് പോകാനുള്ള അവസരം കൈവന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ചോട്ടു എന്ത് ചെയ്തിരിക്കുകയാണ്? അതിനകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. മഗർ കഹാം, എന്നാൽ എവിടെ? മൗക്ക ഹാത്തിലെത്തേ ഹി ഫിസൽ ഗയ. മൗക്ക, ഓപ്പർച്യൂണിറ്റി, അവസരം കയ്യിൽ വന്നപ്പോൾ തന്നെ, ഹാത്തിലെത്തേ ഹി, കയ്യിലേക്ക് വന്നപ്പോൾ തന്നെ, ഫിസൽ ഗയ, അത് കയ്യിൽ നിന്ന് വഴുതിപ്പോയി ആ അവസരം. സുരംഗ് മേ ജഹ് ജഹ് ലഗായേ നിരീക്ഷക് യന്ത്രോं की जानकारी छोटू को नहीं थी. സുരംഗ് മേ, തുരങ്കത്തിനുള്ളിൽ, ജഹ് ജഹ് ലഗായേ, പല സ്ഥലങ്ങളിലും വെച്ചിട്ടുള്ളതായ നിരീക്ഷക് യന്ത്രോं की जानकारी, CCTV ക്യാമറയെക്കുറിച്ചുള്ള ജാൻകാരി, അറിവ്, ചോട്ടുക്കോ നഹീന്ധി, ചോട്ടുവിനില്ലായിരുന്നു. ഇങ്ങനെ ഇൻസ്പെക്റ്റ് ചെയ്യാനുള്ള ഉപകരണങ്ങളൊക്കെ അതിനകത്തുണ്ട് എന്നുള്ള കാര്യം ചോട്ടുവിന് അറിയില്ലായിരുന്നു, അല്ലേ? മഗർ, എന്നാൽ ചോട്ടുക്കെ പ്രവേശ് കർത്തേ ഹി, ചോട്ടു അതിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ, പെഹലെ നിരീക്ഷക് യന്ത്രമേ സന്ദേഹാസ്പദ സ്ഥിതി ദർശാനെ വാലി ഹർക്കത്ത് ഹുയി. ചോട്ടു അതിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ തന്നെ, പെഹലെ നിരീക്ഷക് യന്ത്രമേ, ആദ്യത്തെ നിരീക്ഷക് യന്ത്ര, CCTVയിൽ നിന്നും, സന്ദേഹാസ്പദ സ്ഥിതി ദർശാനെ വാലി, സംശയം ജനിപ്പിക്കുന്ന അവസ്ഥയിലുള്ള ചില ഹർക്കത്ത് ഹുയി, ചില ചലനങ്ങളുണ്ടായി. ഇത്തനെ ചോട്ടെ കദ് കാ വ്യക്തി സുരംഗ് മേ കൈസെ ആയ. ഇത്തനെ ചോട്ടെ കദ്, ഇത്രയും ചെറിയ ഒരു വ്യക്തി, സുരംഗ് മേ കൈസെ ആയ, ഈ തുരങ്കത്തിനുള്ളിൽ എങ്ങനെ വന്നു? ദൂസരെ നിരീക്ഷക് യന്ത്രനെ തുരന്ത് ചോട്ടു കി തസ്വീർ ഖീഞ്ച് ലി. രണ്ടാമത്തെ നിരീക്ഷക് യന്ത്ര, അല്ലെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള ഉപകരണം എന്ത് ചെയ്തു? തുരന്ത്, പെട്ടെന്ന് തന്നെ, ചോട്ടു കി തസ്വീർ ഖീഞ്ച് ലി, ചോട്ടുവിൻ്റെ ചിത്രം എടുത്തു. किसी एक नियंत्रण केंद्र में इस तस्वीर की जांच की गई. किसी एक नियंत्रण केंद्र में, മറ്റൊരു കൺട്രോൾ സ്റ്റേഷനിൽ, നിയന്ത്രൺ കേന്ദ്ര കൺട്രോൾ സ്റ്റേഷനിൽ, ഇസ് തസ്വീർ കി ജാഞ്ച് കി ഗയി, ജാഞ്ച് കർണ, പരിശോധിക്കുക. ഈ പിക്ചറിന്, തസ്വീർ പിക്ചർ, ഈ രണ്ടാമത്തെ ഇൻസ്പെക്ട് ചെയ്യുന്ന മെഷീനിൽ പതിഞ്ഞ രണ്ടാമത്തെ മെഷീനിലാണല്ലോ അത് പതിയുന്നത്. അപ്പോൾ അതെടുത്ത പിക്ചറിനെ എവിടോ ഒരു കൺട്രോൾ സ്റ്റേഷനിൽ എന്ത് ചെയ്തു? അതിനെ പരിശോധിച്ചിട്ട് ഖദരേക്ക് സൂചന ദീഗി. ഖദര മീൻസ് അപകട സൂചന നൽകി. അപ്പം അറിയാത്ത, അപരിചിതനായ ഒരാൾ പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ള അപകട സൂചന കൺട്രോൾ സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചു. इन सारी गतिविधियों से अनजान ചോട്ടു ആകെ बढ़ रहा था. इन सारी गतिविधियों से, ഈ നടന്ന മുഴുവൻ സംഭവ വികാസങ്ങളെയും കുറിച്ച് അൻജാൻ, അറിയാതെ, അൻജാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാതെ, അതിനെക്കുറിച്ച് അറിവില്ലാതെ, ചോട്ടു ആകെ ബഡ് രഹാ ഥാ, ചോട്ടു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തബി ജാനെ കഹാസെ സിപ്പാഹി ദൗഡെ ചലയായി. തബി ജാനെ കഹാസെ, അറിയില്ല, എവിടുന്നാണെന്നറിയില്ല, ഒരു സോൾജിയർ വന്നിട്ട് എന്ത് ചെയ്തു? ഒരു സോൾജിയർ വന്നു, ദൗഡെ ചലയായി, ഓടി വന്നു. ചോട്ടു को पकड़कर वापस घर छोड़ाई. ചോട്ടുവിനെ പിടിച്ചിട്ട് തിരികെ വീട്ടിലെത്തിച്ചു. घर पर माँ छोटू का इंतज़ार कर रही थी. घर पर, വീട്ടിൽ മാ ചോട്ടു കാ इंतज़ार कर रही थी. വീട്ടിൽ അമ്മ ചോട്ടുവിനെ പ്രതീക്ഷിച്ച്, इंतज़ार करना, പ്രതീക്ഷിക്കുക, അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ബസ് അബ് ചോട്ടു കി ഖൈരിയത്ത് ന ഥി. അപ്പോൾ ചോട്ടുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, ചോട്ടുവിൻ്റെ കാര്യത്തിൽ രക്ഷയില്ല എന്നായി. ചോട്ടു കി ഖൈരിയത്ത് നദി, ചോട്ടുവിനെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ല. ചോട്ടു കെ പാപ്പ ന ഹോത്തെ തോ ചോട്ടു കാ ബച്ന മുഷ്കിൽ താ. ചോട്ടു കെ പാപ്പ ന ഹോത്തെ തോ, ചോട്ടുവിൻ്റെ അച്ഛൻ അവിടെ ഇല്ലായിരുന്നു എങ്കിൽ, ചോട്ടു കോ ബച്ന, ചോട്ടുവിനെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് മുഷ്കിൽ ധ, വളരെ പ്രയാസമേറിയ കാര്യമായിരുന്നു. കാരണം അമ്മ സ്ഥിരം പറയാറുള്ളതായിരുന്നു, ആ വഴിയിലൂടെ പോവരുത്, സാധാരണ ആളുകൾക്ക് പോകാൻ പറ്റുന്ന വഴിയല്ല എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചോട്ടുവിൻ്റെ ഉള്ളിൽ അവിടെ പോകണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ ചോട്ടു പോയത്. അപ്പോൾ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ എങ്കിൽ ചോട്ടുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അതിനെ ആർക്ക് രക്ഷിക്കാൻ ഒരു പക്ഷേ പറ്റത്തില്ലായിരുന്നു.
छोड़ो भी, मैं इसे समझा दूंगा सब. छोड़ो भी, അവനെ വിട്. मैं इसे समझा दूंगा सब. मैं इसे समझा दूंगा. ഞാൻ അവന് പറഞ്ഞു കൊടുക്കാം എല്ലാം, ഞാൻ അവനെല്ലാം മനസ്സിലാക്കി കൊടുക്കാം എന്ന് ചോട്ടുവിൻ്റെ അച്ഛൻ പറയുകയാണ്. ഫിർ വഹ് ऐसी गलती कभी नहीं करेगा. പിന്നീട് അവൻ ഇങ്ങനൊരു തെറ്റ് ഒരിക്കലും ചെയ്യില്ല. പാപ്പാനെ ചോട്ടു കോ ബച്ചാ ലിയ. അങ്ങനെ അച്ഛൻ എന്ത് ചെയ്തു? ചോട്ടു കോ ബച്ചാ ലിയ, ചോട്ടുവിനെ രക്ഷപ്പെടുത്തി. ചോട്ടു मैं जहाँ काम करता हूँ ना वह क्षेत्र ജമീൻ സെ ഊപ്പർ ഹെ. ചോട്ടുവിൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്, ചോട്ടു ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് നിനക്കറിയില്ലേ? ആ മേഖല എന്ന് പറയുന്നത് ജമീൻ സെ ഊപ്പർ ഹെ, ഈ പ്രതലത്തിനും ചൊവ്വാഗ്രഹത്തിൻ്റെ ആ പ്രതലത്തിന് മുകളിലാണ് എന്ന് അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആം ആദ്മി വഹാൻ നഹീം ജാ സക്ത. സാധാരണ മനുഷ്യർക്ക് വഹാൻ നഹീം ജാ സക്ത, അവിടെ പോകാൻ കഴിയില്ല. ക്യൂങ്കി, എന്തുകൊണ്ടെന്നാൽ വഹാങ്കെ മഹൗൽ മേ ജി ഹി നഹീ സക്ത, അവിടുത്തെ ആ അന്തരീക്ഷത്തിൽ നഹീ ജി സക്ത, ജീവിക്കാൻ സാധാരണ മനുഷ്യർക്ക് സാധിക്കില്ല. ജി നഹീ സക്ത, ജീവിക്കാൻ സാധിക്കില്ല. तो फिर आप कैसे जाते हैं वहाँ? छोटू का सवाल लाजमी था. तो फिर आप कैसे जाते हैं वहाँ? അപ്പോൾ ചോട്ടു ചോദിക്കുകയാണ്, അപ്പോൾ താങ്കൾ എന്തിനാണ് അവിടേക്ക് പോകുന്നത്, എങ്ങനെയാണ് അവിടേക്ക് പോകുന്നതെന്ന് ചോദിച്ചു. तो फिर आप कैसे जाते हैं वहाँ? അപ്പോൾ അച്ഛൻ എങ്ങനെയാണ് അവിടേക്ക് പോവുക? ചോട്ടു കാ സവാൽ ലാസിമി ഥ. ചോട്ടുവിൻ്റെ ആ ഒരു സവാൽ, ചോട്ടുവിൻ്റെ ആ ക്വസ്റ്റ്യൻ ലാസിമി ഥ, വളരെ പോസിബിളായിട്ടുള്ള, വളരെ അത്യാവശ്യമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ആർക്കായാലും അങ്ങനെയുള്ളൊരു സംശയം തോന്നാം. അച്ഛൻ പിന്നെ എങ്ങനെയാണ് പോവുക? मैं वहाँ में एक खास किस्म का स्पेस सूट पहन कर जाता हूँ. मैं वहाँ एक ഖാസ് കിസ്മ. ഖാസ് കിസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക തരത്തിലുള്ള ഒരു സ്പേസ് സ്യൂട്ട് പെഹൻകർ ധരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അവിടേക്ക് പോകുന്നത്. ഈ ടണൽ വഴിയിലൂടെ സഞ്ചരിച്ച് ഈ തുരങ്കത്തിനുള്ളിലൂടെ ഞാൻ പോകുന്നത്. ഇസ് സ്പേസ് സ്യൂട്ട് സേ മുझे ഓക്സിജൻ മിൽത്താ ഹെ. ആ സ്പേസ് സ്യൂട്ടിൽ നിന്ന്, ഞാൻ ധരിച്ചിരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ആ സ്പേസ് സ്യൂട്ടിൽ നിന്ന് എനിക്ക് ഓക്സിജൻ ലഭിക്കുന്നു. ജിസ്സെ മേ സാസ് ലേ സക്താ ഹും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കും. इसी स्पेस सूट की वजह से बाहर की ठंड से मैं अपने आप को बचा सकता हूँ. इस स्पेस सूट की वजह से, ഈ സ്പേസ് സ്യൂട്ട് ധരിക്കുന്നത് കൊണ്ട് തന്നെ ബാഹർ കി ഠണ്ട് സെ, പുറത്തുനിന്നുള്ള തണുപ്പിൽ നിന്നുമൊക്കെ മേ അപ്നെ ആപ് കോ ബച്ചാ സക്താ ഹും, എനിക്ക് സ്വയം രക്ഷ നേടാനായിട്ട് സാധിക്കും. ഖാസ് കിസ്മ കെ ജൂത്തോं की वजह से ज़मीन के ऊपर मेरा चलना मुमकिन होता है. ഖാസ് കിസ്മ കെ ജൂത്തോं की वजह से, പ്രത്യേക തരത്തിലുള്ള പാദരക്ഷ ധരിക്കുന്നത് കൊണ്ട് തന്നെ ജമീൻ കെ ഊപ്പർ, ആ സ്പേസിലൂടെയുള്ള ആ മേരാ ചലൻ, എൻ്റെ ആ ചലനങ്ങൾ മുംകിൻ ഹോത്താഹെ, എന്തായിരിക്കും? എനിക്ക് കുറച്ച് മുംകിൻ ഹോത്താഹെ, സാധ്യമാകുന്നു, പോസിബിളാകുന്നു. ജമീൻ കെ ഊപ്പർ चलने फिरने के लिए हमें एक विशेष प्रकार का प्रशिक्षण दिया जाता है. ज़मीन के ऊपर, ഈ സ്പേസിലൂടെ നടക്കണമെങ്കിൽ ഹമേ ഏക് വിശേഷ് പ്രകാർ കാ, നമുക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രശിക്ഷൺ, ട്രെയിനിങ് എടുക്കേണ്ടത് ആവശ്യമുണ്ട്. ചോട്ടു സുൻ രഹാ ഥാ. ചോട്ടു ഇതെല്ലാം കേൾക്കുകയായിരുന്നു. പാപ്പ ആകെ ബത്താനെ ലഗെ. അച്ഛൻ എന്ത് ചെയ്തു? വീണ്ടും പറയാൻ തുടങ്ങി. എക് സമയ ഥാ, ഒരു സമയമുണ്ടായിരുന്നു, ഒരു കാലം ഉണ്ടായിരുന്നു. ജബ് അപ്നെ മംഗൾ ഗ്രഹ പർ സഭി ലോഗ് ജമീൻ കെ ഊപ്പർ ഹി രഹത്തെ ഥേ. ഒരു സമയമുണ്ടായിരുന്നു, ആ സമയത്ത് അപ്നെ മംഗൾ ഗ്രഹ പർ, നമ്മുടെ ഈ ചൊവ്വാഗ്രഹത്തിൽ, സഭി ലോഗ്, എല്ലാ ആളുകളും ജമീൻ കെ ഊപ്പർ ഹി രഹത്തെ ഥേ, ഈ പ്രതലത്തിന് മുകളിൽ തന്നെ, ഈ പ്രതലത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. അതായത് ഇപ്പോൾ അവർ താമസിക്കുന്നത് ഈ ചൊവ്വാഗ്രഹത്തിന് അടിയിൽ, പ്രതലത്തിനടിയിലായിട്ട് അണ്ടർഗ്രൗണ്ടിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്, അല്ലേ? എന്നാൽ ആ മണ്ണിൽ തന്നെ താമസിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ബഗൈർ കിസി തരഹ്കെ യന്ത്രോं की मदद के, बगैर किसी खास किस्म की पोशाक के हमारे पुरखे ज़मीन के ऊपर रहा करते थे. ബഗൈർ എന്ന് വെച്ചാൽ കൂടാതെ, കിസി തരഹ്കെ യന്ത്രോं की मदद से, ഒരു തരത്തിലുള്ള യന്ത്രങ്ങളുടെ ഹെൽപ്പും
കൂടാതെ, ബഗൈർ ബഗൈർ കിസി തരഹ് യന്ത്രോं की മദദ് സെ, മദദ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്, ഒരു തരത്തിലുള്ള യന്ത്രത്തിൻ്റെയും ഹെൽപ്പില്ലാതെ, ഹെൽപ്പ് കൂടാതെ, ബഗൈർ കിസി ഖാസ് കിസ്മ കി പോഷാക്ക്, കിസി ഖാസ് കിസ്മ കി പോഷാക്ക്, പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങളൊന്നുമില്ലാതെ, ഹമാരെ പുർക്കെ നമ്മുടെ പൂർവികർ ജമീൻ കെ ഊപ്പർ രഹാ കർത്തേ ഥേ, ഈ മണ്ണിൽ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു, ചൊവ്വാഗ്രഹത്തിൻ്റെ മണ്ണിൽ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ലേക്കിൻ ധീരെ ധീരെ വാതാവരണമേം പരിവർത്തൻ ആനെ ലഖ, ഇപ്പോൾ അവർ താമസിക്കുന്ന പോലെ അണ്ടർഗ്രൗണ്ടിലല്ല, അവർ ആ മണ്ണിൽ തന്നെ താമസിച്ചിരുന്നു. ലേക്കിൻ ധീരെ ധീരെ വാതാവരണമേം പരിവർത്തൻ ആനെ ലഖ, എന്നാൽ പതുക്കെ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, വാതാവരണമേ ആ അന്തരീക്ഷത്തിന് മാറ്റം വന്നു. കൈ തരഹ് ജീവ് ധർത്തി പർ ആ രഹാ കർത്തേ ഥേ, ഒരുപാട് തരത്തിലുള്ള ജീവജാലങ്ങൾ ധർത്തി പർ രഹാ കർത്തേ ഥേ, ഈ ചൊവ്വാഗ്രഹത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ഏക് കെ ബാദ് ഏക് സബ് മർനെ ലഗെ, ഒന്നിനു പുറകെ ഒന്നായിട്ട് എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, മരിക്കാൻ തുടങ്ങി. ഇസ് പരിവർത്തൻ കി ജഡ് മേം ദാ സൂരജ് മേ ഹുവ പരിവർത്തൻ, ഈ മാറ്റത്തിൻ്റെ കാരണം എന്തായിരുന്നു, പരിവർത്തൻ മാറ്റത്തിൻ്റെ കാരണം എന്തായിരുന്നു, സൂരജ് മേ ഹുവ പരിവർത്തൻ, സൂര്യനിലുണ്ടായ മാറ്റം. सूरज से हमें रोशनी मिलती है, उष्णता मिलती है, इन्हीं तत्वों से जीवों का पोषण होता है. सूरज से हमें रोशनी मिलती है, സൂര്യനിൽ നിന്ന് നമുക്ക് റോഷ്നി വെളിച്ചം കിട്ടുന്നു, ഉഷ്ണത മിൽത്തി ഹെ നമുക്ക് ചൂട് ലഭിക്കുന്നു. ഇനി തത്വസെ ജീവോं का पोषण होता है, ഇതിനെ ബേസ് ചെയ്താണ്, അതായത് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ചൂടും ആ വെളിച്ചത്തിലുമൊക്കെയാണ് ജീവജാലങ്ങൾ നിലനിൽക്കുന്നത്. सूरज में परिवर्तन होते ही यहाँ का प्राकृतिक संतुलन बिगड़ गया. सूरज में परिवर्तन होते ही, സൂര്യനിൽ മാറ്റമുണ്ടായപ്പോൾ തന്നെ, പരിവർത്തൻ ഹോത്തെ ഹി സൂര്യനിൽ ചേഞ്ച് ഉണ്ടായപ്പോൾ തന്നെ, यहाँ का പ്രാകൃതിക് സന്തുലൻ ഇവിടുത്തെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ബിഗടുകയെ എല്ലാം മാറി മറിഞ്ഞു, എല്ലാം തകിടം മറിഞ്ഞു. प्रकृति के बदलते हुए रूप का सामना करने में यहाँ के पशु पक्षी पेड़ पौधे अन्य जीव अक्षम സാബിത് ഹുയി. പ്രകൃതിക്ക് ബദലേ ഹുയെ രൂപക, പ്രകൃതിയുടെ മാറി വന്ന ആ രൂപത്തെ ഫേസ് ചെയ്യുന്നതിൽ, യഹാങ്കെ പശുപക്ഷി അതിനെ സാമ്ന കർണമേ അതിനെ ഫേസ് ചെയ്യുന്നതിൽ ഇവിടുത്തെ പശുപക്ഷി പക്ഷി മൃഗാദികൾ, പേഡ് പൗതെ, അന്യജീവ മറ്റ് ജീവജാലങ്ങൾ എല്ലാം അക്ഷം സ്ഥാപിക്കുക, അവരൊക്കെ അതിൽ പരാജയപ്പെട്ടു പോയി, അവർക്കൊന്നും അതിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. കേവൽ ഹമാരെ പൂർവജോനെ എസ് കാ സാമ്ന കിയ, കേവലം നമ്മുടെ പൂർവികർ ഈ ഒരു സിറ്റുവേഷനെ, ഈ ഒരു അവസ്ഥയെ ഫേസ് ചെയ്തു. अपने तकनीकी ज्ञान के आधार पर हमने ज़मीन के नीचे अपना घर बना लिया. अपने तकनीकी ज्ञान, നമ്മുടെ മനുഷ്യരുടെ ഈ തക്നീക്കി ജ്ഞാൻ, ടെക്നിക്കലായിട്ടുള്ള അറിവ് കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹംനെ ജമീൻ കെ നീച്ചെ നമ്മൾ എന്ത് ചെയ്തു, ഈ ചൊവ്വാഗ്രഹത്തിൻ്റെ ആ പ്രതലത്തിന് അടിയിലായിട്ട് അപ്നാ ഘർ ബനാലിയ അവരവരുടെ വീടുകൾ നിർമ്മിച്ചു. ജമീൻ കെ ഊപ്പർ ലഗെ വിഭിന്ന യന്ത്രോं के सहारे हम सूर्य शक्ति, सूर्य की रोशनी और गर्मी का इस्तेमाल करते आ रहे हैं. उन्हीं यंत्रों के सहारे हम यहाँ ज़मीन के नीचे जी रही है. यंत्र सुचारू रूप से चलते रहे, इसके लिए बड़ी सतर्कता बरतनी पड़ती है. मुझ जैसे कुछ चुनिंदा लोग इन्हीं यंत्रों का ध्यान रखते हैं. ज़मीन के ऊपर लगे विभिन्न यंत्रों के सहारे हम सूर्य शक्ति, सूरज की रोशनी और गर्मी का इस्तेमाल करते आ रहे हैं. ഈ ചൊവ്വാഗ്രഹത്തിൻ്റെ ജമീൻ കെ ഊപ്പർ മണ്ണിന് മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന, ആ പ്രതലത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന പലതരം യന്ത്രങ്ങളുടെ സഹായത്തോടെ, വിഭിന്ന യന്ത്രോങ്കെ സഹായ പല യന്ത്രങ്ങളുടെ സഹായത്തോടെ ഹം സൂര്യശക്തി, സൂര്യൻ്റെ ശക്തി, സൂരജ് കി റോഷ്നി സൂര്യൻ്റെ പ്രകാശം, ഗർമി ആ ചൂട്, അതൊക്കെ നമ്മൾ പല യന്ത്രങ്ങളുടെ സഹായത്തോടെ ഇസ്തേമാൽ കർത്തെ ആരഹേ അതിനെയൊക്കെ നമ്മൾ യൂസ് ചെയ്ത് അങ്ങനെ വരികയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിന് അടിയിലായിട്ടാണ്, അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ഉനി യന്ത്രോങ്കെ സഹാരെ ആ യന്ത്രങ്ങളുടെ സഹായത്തോടെ ഹം ജമീൻ കെ നീച്ചെ ജീ രഹേ ഹെ നമ്മൾ ഈ അണ്ടർഗ്രൗണ്ടിൽ, ഈ യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് നമ്മൾ ഈ അണ്ടർഗ്രൗണ്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. യന്ത്ര സുചാരു രൂപസെ ചലത്തെ രഹേ, യന്ത്രങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കണം. ഇസ്കേ ലിയെ ബഡി സതർക്കത ബർത്തിനി പട്ടി ഹെ,
इसके लिए അതിന് വേണ്ടിയിട്ട് വളരെയധികം ബഡി സതർക്ത ബർത്തനെ പറ്റിയ ആൾ വളരെയധികം കെയർഫുൾ ആവേണ്ടതുണ്ട്. മുച്ച് ജയ്സെ കുച്ച് ചുനിന്ത ലോഗ്, എന്നെപ്പോലെ, അതായത് ചോട്ടുവിൻ്റെ പപ്പനെ പോലെയുള്ള കുറച്ച് ചുനിന്ത ലോഗ്, സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇനി യന്ത്രവും കാ ധ്യാൻ രഖ്തെ ഹൈ, ഈ യന്ത്രങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം കാര്യമായിട്ട് ശ്രദ്ധ ചെലുത്തുന്നു. ബഡാ ഹോ ജാഊംഗ തോ മേം ഭി യഹി കാം കറൂംഗ, ബഡാ ഹോ ജാഊംഗ, വലുതായി കഴിയുമ്പോൾ മേം ഭി, ഞാനും യഹി കാം കറൂംഗ, ഈ ജോലി ചെയ്യും. ചോട്ടുവിനെ അപ്നി മൻഷ ജാഹിർ കി, ചോട്ടു തൻ്റെ മൻഷ ജാഹിർ കർണ, തൻ്റെ ആഗ്രഹം വ്യക്തമാക്കി. ബിൽക്കുൽ, തികച്ചും, തീർത്തും. മഗർ ഉസ്കെ ലിയെ ഖൂബ് പഠന ഹോഗ, അതിന് നന്നായിട്ട് പഠിക്കണം. മാ ഓർ പാപ്പ കി ബാത് സുന്നി ഹോഗി, അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. മാനെ കഹ, ആര് പറഞ്ഞു? അമ്മ പറഞ്ഞു. ദൂസരെ ദിൻ ചോട്ടു കെ പാപ്പ കാം പർ ചലെ ഗേ, രണ്ടാമത്തെ ദിവസം ചോട്ടുവിൻ്റെ അച്ഛൻ ജോലിക്ക് പോയി. സംഭവം നടക്കുന്ന ദിവസം ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, അന്ന് അവധിയായിരുന്നു, റെസ്റ്റ് എടുക്കുകയായിരുന്നു. ആ ദിവസമാണല്ലോ ഈ സംഭവങ്ങളൊക്കെ നടന്നത് അല്ലേ. ചോട്ടു ഒളിച്ച് സെക്യൂരിറ്റി പാസ്സൊക്കെ എടുത്തിട്ട് പോയത്. देखा तो कंट्रोल रूम का वातावरण बदला बदला सा था. അപ്പോൾ അച്ഛൻ ജോലിക്ക് പോയപ്പോൾ കാണാൻ കഴിഞ്ഞത് കൺട്രോൾ റൂം കാ വാതാവരണം, ആ കൺട്രോൾ റൂമിൻ്റെ ആ ഒരു അന്തരീക്ഷം ബദലാ ബദലാ സാധ, എല്ലാം ഒരുവിധം എന്തോ ഒരു മാറി മറിഞ്ഞതുപോലെ, എന്തോ ഒന്ന് സംഭവിക്കുന്നത് പോലെ, എന്തോ ഒരു മാറ്റം ഉണ്ടായിരുന്നു. ഷിഫ്റ്റ് ഖത്മ കർ घर जा रहे स्टाफ के प्रमुख ने टीवी स्क्रीन की तरफ इशारा किया. ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്ന ഒരു സ്റ്റാഫ്, അദ്ദേഹം പോകാൻ തുടങ്ങിയായിരുന്ന അദ്ദേഹം ടി വി സ്ക്രീൻ കി തറഫ്, ടി വി സ്ക്രീനിലേക്ക് ഇഷാര കിയ, അദ്ദേഹം ചൂണ്ടിക്കാണിച്ച്. സ്ക്രീൻ പർ ഏക് ബിന്ദു ഝലക് രഹാ ഹൈ, സ്ക്രീനിൽ, ടി വി സ്ക്രീനിൽ എന്താണ്, ഒരു സ്പോട്ട്, ഏക് ബിന്ദു ഝലക് രഹാ ഹൈ, ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നതായിട്ട്, എന്തോ ഒരു സ്പോട്ട് ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നതായിട്ട് കാണിച്ചു. അപ്പം ബത്താനെ ലഗ്, അദ്ദേഹം പറയാൻ തുടങ്ങി. എ കോയി ആസ്മാൻ കാ താര നഹി, ഇത് ആകാശത്തിലെ നക്ഷത്രമല്ല. ക്യോങ്കി കമ്പ്യൂട്ടർ സെ പതാ ചൽ രഹാ ഹൈ കി അപ്നി ജഹ് അഡിക് നഹി രഹാ ഹൈ. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ കമ്പ്യൂട്ടർ സെ പതാ ചൽ രഹാ ഹൈ, കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അപ്നി ജഹ് അഡിക് നഹി രഹാ ഹൈ, ഇത് അപ്നി ജഹ്, തൻ്റെ പ്ലേസിൽ, അഡിക് നഹി രഹാ ഹൈ, അങ്ങനെ ഉറച്ചു നിൽക്കുകയൊന്നുമല്ല, ഒരേ പോയിന്റിൽ തന്നെ നിൽക്കുകയല്ല. പിछले कुछ घंटों के दौरान, കഴിഞ്ഞ കുറേ മണിക്കൂറുകൾക്കിടയിൽ इसने अपनी जगह बदली है, ഇത് തൻ്റെ പ്ലേസ് മാറിയിട്ടുണ്ട്. कंप्यूटर के अनुसार हमारी धरती की तरफ बढ़ता चला रहा है, കമ്പ്യൂട്ടർ പറയുന്ന അനുസരിച്ച് ഹമാരി ധർത്തി കി തറഫ്, നമ്മുടെ ഈ മാർസിലേക്ക്, ധർത്തി എന്ന് ഉദ്ദേശിക്കുന്നത് ചൊവ്വാഗ്രഹത്തെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ജമീനെന്നും ഒക്കെ ഇവിടെ പറയുന്നതെല്ലാം ചൊവ്വാഗ്രഹത്തെ തന്നെയാണ്. അപ്പോൾ ഈ ചൊവ്വാഗ്രഹത്തിലേക്ക് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കമ്പ്യൂട്ടർ പറയുന്നത്. ഓക്കെ. अंतरिक्ष यान तो नहीं है, छोटू के पापा ने अपना संदेह प्रकट किया. अंतरिक्ष यान, സ്പേസ് ക്രാഫ്റ്റ്, ബഹിരാകാശ വാഹനം ഒന്നുമല്ലല്ലോ അല്ലേ. ചോട്ടു കെ പാപ്പാനെ അപ്ന സന്ദേഹ് പ്രകട് കിയ, ചോട്ടുവിൻ്റെ അച്ഛൻ തൻ്റെ ആ ഒരു സംശയം പ്രകടിപ്പിച്ചു. സന്ദേഹ് ഹമേം ഭി ഹേ, ഡൗട്ട് ഞങ്ങൾക്കുമുണ്ട്. സന്ദേഹ്, സംശയം ഞങ്ങൾക്കുമുണ്ട്. ആപ് സബ് ഇസ് പർ ബരാബർ ധ്യാൻ രഖിയേഗ, താങ്കൾ എന്ത് ചെയ്യുക, അതിൽ ഇങ്ങനെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക, തുടർച്ചയായി അതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ചോട്ടു കെ പാപ്പ സോച്ച് മേ ഡൂബ് ഗയ, ചോട്ടുവിൻ്റെ ഫാദർ എന്ത് ചെയ്തു? സോച്ച് മേ ഡൂബ് ഗയ, അതിനെക്കുറിച്ച് കൂടുതൽ സോച്ചന ചിന്തിക്കുക, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തയിൽ മുഴുകി. ക്യാ സച്ച്മുച്ച് അന്തരീക്ഷ് യാൻ ഹോഗ, ശരിക്കും സ്പേസ് ക്രാഫ്റ്റ് ആയിരിക്കുമോ? കഹാസെ ആ രഹാ ഹോഗ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് എവിടെ നിന്നായിരിക്കും വരുന്നത്? സൗർ മണ്ഡൽ മേ ഹമാരി ധർത്തി കെ അലാവ और कौन से ग्रह पर जीवों का अस्तित्व होगा? സൗരമണ്ഡൽ മേ, ഈ സൗരയൂഥത്തിൽ ഹമാരി ധർത്തിക്ക് അലാവ, ഹമാരി ധർത്തി എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ മാർസിനെയാണ് അവർ പറയുന്നത്. അവരുടെ മാർസിലല്ലാണ്ട് അവർ കോൺസെ ഗ്രഹ പർ, മറ്റേത് ഗ്രഹത്തിലാണ് ജീവോं का अस्तित्व होगा, ജീവൻ്റെ ഒരു എക്സിസ്റ്റൻസ് ഉള്ളത്, ജീവൻ്റെ നിലനിൽപ്പുള്ളത്. കൈസെ ഹോ സക്താ ഹെ, എങ്ങനെയാണത് സംഭവിക്കുക?
और अगर होगा भी तो क्या इतनी प्रगति कर चुका होगा कि अंतरिक्षयान छोड़ सके. और अगर होगा भी तो ഇനി അഥവാ മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ജീവൻ ഉണ്ടെങ്കിൽ തന്നെ ഇത്തിനി പ്രഗതി കർ ചുക്കാ ഹോഗാ കി ഇത്രത്തോളം പ്രഗതി, ഇത്രത്തോളം ഉന്നതി അല്ലെങ്കിൽ ഇത്രത്തോളം പുരോഗതി അവർ കൈവരിച്ചിട്ടുണ്ടാകുമോ. അന്തരീക്ഷയാൻ ചോട് സഹേ, ഒരു സ്പേസ് ക്രാഫ്റ്റ് ഒക്കെ വിക്ഷേപിക്കാൻ തക്ക ഒരു പുരോഗതി അവർ കൈവരിച്ചിട്ടുണ്ടാകുമോ. वैसे तो हमारे पूर्वजों ने भी अंतरिक्षयानों उपग्रहों का प्रयोग किया था. वैसे तो हमारे पूर्वजों ने भी, നമ്മുടെ പൂർവികരും അതുപോലെ തന്നെ നമ്മുടെ പൂർവികരും അന്തരിക്ഷയാനും ഈ സ്പേസ് ക്രാഫ്റ്റും അതുപോലെ തന്നെ ഉപഗ്രഹങ്ങളുമൊക്കെ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. മഗർ അബ് ഹമാരെ ലിയെ അസംഭവ് ഹെ, പക്ഷേ എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. ഉസ്കെ ലിയെ ആവശ്യക് മാത്രമേ ഊർജാത്തോ ഹോ, അതിനു വേണ്ടിയിട്ട് ആവശ്യക് മാത്രമേ കൂടിയ അളവിൽ ഊർജാത്തോ ഹോ, അതിന് വേണ്ടിയിട്ട് കൂടിയ അളവിൽ എനർജി വേണം. കാശ് ഇസ് നയേ മെഹ്മാൻ കോ നസ്ദീക് സെ ദേഖാ ജാ സക്താ. ഇസ് നയേ മെഹ്മാൻ കോ, ഈ പുതിയ അതിഥിനെ നസ്ദീക് സെ വളരെ അടുത്ത് തന്നെ, നസ്ദീക് അടുത്ത്, സമീപത്ത്, ദേഖാ ജാ സക്താ ഹെ വളരെ അടുത്ത് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ഹാ അഗർ വഹ് ഇസി തരഫ് ആ രഹാ ഹോഗാ തബ് തോ യഹ് സംഭവ് ഹോ സകേഗാ. അഗർ ഇസി തരഫ്, ഈ വശത്തെ ഇങ്ങോട്ട് വരികയാണ് എങ്കിൽ തബ് തോ യഹ് സംഭവ് ഹോ സകേഗാ, അപ്പോൾ അത് കാണാൻ സാധിക്കുമായിരിക്കും. ദേഖേ, നോക്കാം. അപ്പോൾ ചോട്ടുവിൻ്റെ അച്ഛനൊക്കെ അതിനെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അബ് അന്തരീക്ഷയാൻ സേ യാന്ത്രിക് ഹാത്ത് ബാഹർ നിക്കല, ഇപ്പോൾ ആ അന്തരീക്ഷയാൻ സേ, ആ സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് एक യാന്ത്രിക് ഹാത്ത്, ഒരു യന്ത്രക്കൈ, ബാഹർ നിക്കല പുറത്തേക്ക് വന്നു. ഒരു യന്ത്രക്കൈ സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഹർ പൽ ഉസ്കി ലംബായി ബഡ്തി ഹി ജാ രഹി ഥി, ഓരോ നിമിഷവും അതിൻ്റെ ആ ലെങ്ത്, ആ യന്ത്രക്കൈയുടെ ലെങ്ത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ചോട്ടു കെ പാപ്പാനെ അവലോകൻ ജാരി രഖ, ചോട്ടുവിൻ്റെ അച്ഛൻ അവലോകൻ മീൻസ് അതിനെ ഒബ്സർവ് ചെയ്യുന്നത് തുടർന്നു. കോളനിക്ക് പ്രബന്ധ സമിതിക്ക് സഭ എന്ന് പറയുമ്പം കോളനിയുടെ ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് വിളിപ്പിച്ചു. അധ്യക്ഷ ഭാഷൺ ദേ രഹേ ഥേ, അതിൻ്റെ അധ്യക്ഷ പ്രസംഗം ഇങ്ങനെയായിരുന്നു. ഹാൽ ഹി മേ മിലി ജാൻകാരി സെ പതാ ചൽത്താ ഹെ കി, ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് ലഭിച്ചിരിക്കുന്ന അറിവ് വെച്ചിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ദോ അന്തരീക്ഷയാൻ, രണ്ട് സ്പേസ് ക്രാഫ്റ്റ് ഹമാരെ മംഗൾ ഗ്രഹയ്ക്ക് തറഫ് ബഡ്ത്തെ ചലെ ആ രഹേ ഹെ, നമ്മുടെ മംഗൾ ഗ്രഹിനെ, മാർസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻമേൻ സെ ഏക് അന്തരീക്ഷയാൻ, ഇതിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഹമാരെ ഗിർദ് ചക്കർ കാട് രഹേ ഹെ, നമ്മുടെ ഗ്രഹത്തെ ഇങ്ങനെ ഗിർദ് ചക്കർ ഇങ്ങനെ വലം വെച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. कंप्यूटर के अनुसार अंतरिक्षयान नज़दीक के ही किसी ग्रह से जोड़े गए हैं. കമ്പ്യൂട്ടർ പറയുന്നതനുസരിച്ചിട്ട് ഈ സ്പേസ് ക്രാഫ്റ്റ്, ഈ അന്തരീക്ഷയാൻ നസ്ദീക് കെ ഹി, അടുത്തുനിന്ന് സമീപത്തു നിന്ന് തന്നെയുള്ള കിസി ഗ്രഹസെ ചോടെ ഗേ ഹെ, മറ്റേതോ ഒരു ഗ്രഹത്തിൽ നിന്ന് വിക്ഷേപിച്ചതാണ്. ഇസി ഹാലത്ത് മേ ഹമേ ക്യാ കർണ ചാഹി, ഈ ഒരു സിറ്റുവേഷനിൽ ഹമേ ക്യാ കർണ ചാഹി, നമുക്ക് എന്ത് ചെയ്യണം. इसकी कोई सुनिश्चित യോജന ബനാനി ജരൂരി ഹി, അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ് ആവശ്യമാണ്. നമ്പർ 1 ആപ്കാ ക്യാ ഖയാൽ ഹെ, നമ്പർ 1നോട് ചോദിക്കുകയാണ്. ഓരോരുത്തരായിട്ട് അവരവരുടെ ഒപ്പീനിയൻ പറയാൻ പോവുകയാണ്. നമ്പർ 1നോട് ചോദിക്കുകയാണ്, ആപ്കാ ക്യാ ഖയാൽ ഹെ, താങ്കളുടെ ആശയം എന്താണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാൻ പഠിപ്പിച്ചത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.